തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാത്തതിൽ ഹരിതകർമ്മസേനയ്ക്കെതിരെ പരാതി നൽകി. അതിന് പിന്നാലെ കടയുടമയ്ക്ക് പിഴ ചുമത്തി ആരോഗ്യ വിഭാഗം. ഓടയിൽ മലിനജലം ഒഴുക്കിയതിനാണ് ശ്രീകാര്യത്ത് വർക്ക്ഷോപ്പ് നടത്തുന്ന ഹരികുമാറിനെതിരെ 10,000 രൂപ പിഴ ചുമത്തിയത്. പരാതി കൊടുത്തതിലെ വൈരാഗ്യമാണ് പിഴ ചുമത്താൻ കാരണമെന്ന് ഹരികുമാർ ആരോപിക്കുന്നു. ഹരികുമാറിന് പറയാനുള്ളതെന്ന് കേൾക്കാം. ആദ്യം അത് 2 വീലർ വർക്ക്ഷോപ്പാണ് നടത്തുന്നത്, സർവീസ് സെൻ്റർ അല്ല. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ വാഷ് ചെയ്യുന്നത് ഈ ഓടയിൽ മലിനജലം മാലിന്യം ഒഴുക്കി വിടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ് എനിക്ക് 10,000 രൂപ നോട്ടീസ് തന്നിരിക്കുന്നത്. ഹരിതകർമ്മസേന ഇവിടെ ഒരിടത്തും വേസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കടയിലൊന്നും എടുക്കുന്നുണ്ട്, നിർബന്ധമായിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഈ മാലിന്യം ഇവിടെ കൂടി കിടക്കില്ല എന്ന് പറഞ്ഞതിനാണ് എനിക്ക് ഈ വിഷയം കാണിക്കണം. പൂർണ്ണമായിട്ട് അത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഈ സ്ഥാപനങ്ങൾ ഇവിടുന്ന് ഇത്രയും മാലിന്യജലം ഒഴുക്കിക്കൊണ്ടിരുന്നിട്ട് ഇവരെ ഒന്നും നോക്കാതെ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് എനിക്കിങ്ങനെ തന്നെങ്കിൽ ഞാൻ കൊടുത്ത പരാതിക്കെതിരെ തന്നെയാണ്. സുനിഷ യെല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സുനിഷ യെല്ലൂർ. ഇതിപ്പോൾ ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ മലിനജലം അന്വേഷിച്ച് വരികയാണോ? നേരത്തെയും പരിശോധനകളൊക്കെ ഈ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നതാണോ? ഇത് തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് ബോധ്യപ്പെടുന്നത്? സുജയ, ശ്രീകാര്യം പാങ്ങപ്പാറയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് ഈ ഹരികുമാർ. ഈ പറഞ്ഞതുപോലെ കാലങ്ങളായി, കുറേ മാസങ്ങളായി ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാൻ എത്തിയിരുന്നില്ല. അതിന്റെ ഭാഗമായാണ് കൗൺസിലർക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നത്. പക്ഷേ പരാതി നൽകി പിന്നീട് അടുത്തൊരു മാസം ഈ ഹരിതകർമ്മസേന ഈ പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാൻ എത്തുകയും ചെയ്തു. പക്ഷേ പിന്നീടും തൊട്ടടുത്ത കടയിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ ഒന്നും ഇതേ രീതിയിൽ മാലിന്യം എടുക്കാൻ വരുന്നുമില്ല. ഇവരൊക്കെ തന്നെയും ഇതേ രീതിയിൽ മാലിന്യം പലയിടത്തേക്ക് വലിച്ചെറിയതൊരു സാഹചര്യവും വരുന്നു. ഇത് ഇയാൾ പരാതിയായി തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറെ അടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ താങ്കളുടെ കാര്യം നോക്കിക്കോളൂ, തൊട്ടടുത്തുള്ളവരുടെ കാര്യം എന്തിനാണ് നോക്കുന്നത് എന്ന ചോദ്യമാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം ചോദിച്ചത് എന്നതാണ് ഹരികുമാർ തന്നെ നമ്മളോട് പറയുന്നത്. പിന്നാലെ അടുത്ത ദിവസം ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ സ്ഥലത്തേക്ക് എത്തുന്നു. മാലിന്യം ഈ ഓടയിലേക്ക് ഒഴുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അത് പരിശോധനയിൽ വ്യക്തമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെമ്മോ നൽകുന്നു. അതിൽ 10,000 രൂപ പിഴയും നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. നമുക്ക് അവിടെ പോയപ്പോൾ പ്രത്യേകിച്ച് മലിനജലമൊന്നും ഈ ഓടയിൽ ഒഴുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. അതായത് പരാതി കൊടുത്തു എന്നതിന്റെ പേരിൽ തന്നെ മനഃപൂർവ്വം ഇത്തരത്തിൽ ഈ പിഴ ഈടാക്കിക്കൊണ്ട് ഈ പരാതിയുടെ പേരിൽ ഇങ്ങനെ ദ്രോഹിക്കുകയാണ് എന്നതാണ് ഗുരുതരമായി ആരോപിക്കുന്നത്. നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടറുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പരാതിക്കാരനായ ഹരികുമാർ പറയുന്നത് അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ഹോട്ടലുകളിലും ഒപ്പം പലയിടങ്ങളിലുമുള്ള കക്കൂസ് മാലിന്യം അടക്കം ഇതേ രീതിയിൽ ഓടയിലേക്ക് തള്ളുന്നത് കണ്ട് തെളിവടക്കം കൊടുത്തിട്ടും നടപടിയെടുക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ തയ്യാറായിട്ടില്ല. പക്ഷേ താൻ പരാതി കൊടുത്തതുകൊണ്ട് തനിക്കെതിരെ മാത്രം ഇത്തരത്തിൽ പിഴ ചുമത്തുന്നത് തന്നെയാണ് ഗുരുതരമായി പറയുന്നത്. നടപടിയൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പരാതി കൊടുത്ത വൈരാഗ്യത്തിന് പിഴ 10,000 അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ ഇല്ലാതിരുന്ന ഒരു പരിശോധന വരികയാണ്. പരിശോധന നടത്തുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പിന് കാര്യക്ഷമതയൊക്കെ വേണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പല അപാകതകളും ചൂണ്ടിക്കാണിക്കാറൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഇടപെട്ടു. ആ ഇടപെടാൻ കാരണം ഈ മാലിന്യം ശേഖരിക്കുന്നില്ല എന്ന പരാതിയാണോ എന്ന സംശയം ഹരികുമാർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി ആ സംശയം കേട്ടിരിക്കുന്നവർക്കും തോന്നുമല്ലോ.